ഹലോ ഗൈസ്, ഗ്രന്ഥധാരയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാഗാരാധനയെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളം നാഗാരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ അത്യപൂർവമായി കണ്ടുവരുന്ന ആചാര അനുഷ്ഠാന രീതിയാണ് നമ്മുടെ മണ്ണാർശാല ക്ഷേത്രത്തിൽ നടന്നു പോകുന്നത്. അതുതന്നെ മറ്റുള്ള ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും മണ്ണാർശാല ഒരുപാട് വ്യത്യസ്തമാക്കുന്നത്. സ്ത്രീകൾ മാത്രം പൂജാർണികളായി സ്ഥാനമേറ്റ് നാഗരാജാവിനെ ആരാധിക്കുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മണ്ണാർശാല. സ്ഥാനമേക്കുന്ന അന്തർജനത്തെ പിന്നീട് നാഗങ്ങളുടെ അമ്മയെന്നും അതുപോലെ തന്നെ ദേശത്തിന്റെ അമ്മയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ പിന്നിൽ പറയാനാണെങ്കിൽ ഒരു ഐതിഹ്യം തന്നെ ഉണ്ട്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബം, അവർക്കായിരുന്നു ഇവിടെ സർവ്വ അധികാരം ഉണ്ടായിരുന്നത്. കാവില് വിളക്ക് വയ്ക്കാനും അതുപോലെ തന്നെ പൂജ ചെയ്യാനും ഉള്ള അവരായിരുന്നു നിത്യം അവിടെ വിളക്ക് വയ്ക്കുകയും സർപ്പങ്ങൾക്ക് വേണ്ട നൂറും പാലും ആയില്യ പൂജയും മറ്റു വഴിപാടുകളും എല്ലാം ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന അന്തർജനം, ശ്രീദേവി അന്തർജനവും വസുദേവനും, അവർക്ക് വർഷങ്ങളായി കുട്ടികളില്ലാത്തതിന്റെ വിഷമത്തിലായിരുന്നു ഈ ദമ്പതികൾ. അവര് നിത്യവും ഒരു ദിവസം പോലും മുടങ്ങാതെ നാഗരാജാവിനെ ഉപാസിക്കുമായിരുന്നു. ശ്രീദേവി അന്തർജനം നാഗരാജാവിന് സർവ്വതും സമർപ്പിച്ച് കഴിച്ചുപോയി കാലം. അങ്ങനെ ഇരിക്കെ ഒരു നാൾ അവിടെ ഒരു കാട്ടുതീ പടരുകയും അതിൽ അകപ്പെട്ട് ഒരുപാട് സർപ്പങ്ങൾക്ക് പൊള്ളലേക്കുകയും ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. അതിലെ ചില സർപ്പങ്ങൾ പ്രാണരക്ഷാർത്ഥം മൂലം ഇല്ലത്ത് അഭയം പ്രാപിച്ചു. എന്നാൽ ഇല്ലത്ത് സർപ്പത്തെ കണ്ടതും ഭയന്ന് പിന്നോട്ട് മാറാതെ അവര് മുന്നോട്ട് വരികയും അതുപോലെ തന്നെ ആ സർപ്പങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവരുടെ ദേഹത്ത് വെള്ളം ഒഴിച്ച്, അവിടുത്തെ സ്ത്രീജനങ്ങൾ വെള്ളം ഒഴിച്ച് ആ ദേഹത്ത് ചൂട് വിശേഷം ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ ആ മുറിവിന്റെ സ്ഥാനത്ത് മഞ്ഞൾ ലേപനം നടത്തി ആ മുറിവുകളെല്ലാം സുഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഒരു മക്കളെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതേ കണക്ക് അവർ ആ നാഗങ്ങളെ പരിപാലിച്ചു. അപ്പോൾ അവിടെ ഒരു അശരീരി ഉണ്ടാവുകയും ചെയ്ത് മണ്ണാറിയശാല എന്നുള്ള ഒരു പേര് അവിടെ ഉണ്ടായി. അങ്ങനെ മണ്ണാറിയശാല എന്നാണ് പിന്നീട് വന്ന പേരും പിന്നെ കാലക്രമേണ മണ്ണാറശാല എന്ന പേരിലോട്ട് അത് പരിവർത്തനപ്പെടുകയും ചെയ്തു. മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷിച്ച ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ത്രീജനങ്ങളോട് നാഗങ്ങൾക്ക് വലിയ കാര്യം തന്നെയാണ്. അത് തന്നെയാണ് അവിടെ പൂജാരിണികളായിട്ട് ഒരാളുടെ കാലശേഷം കഴിയുമ്പോൾ അടുത്ത പൂജാരിണിയായിട്ട് സ്ഥാനമേൽക്കുന്നതും ഈ ആചാരം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന്റെയും കാരണം ഇത് തന്നെയാണ്. അങ്ങനെ അവിടുത്തെ ശ്രീദേവി അന്തർജനം ഒരു നാൾ അവിടെ ശ്രീദേവി അന്തർജനത്തിന് സ്വപ്നദർശനം ലഭിക്കുകയും സ്വപ്നദർശനത്തിൽ വന്നത് സാക്ഷാൽ അനന്തനായിരുന്നു, നാഗരാജാവായിരുന്നു. അങ്ങനെ വന്ന് താൻ തന്നെ പുത്രനായി അവതാരമെടുക്കുമെന്ന് ശ്രീദേവി അന്തർജനത്തിന് സ്വപ്നദർശനത്തിലൂടെ വരം കൊടുത്തു. അങ്ങനെ ശ്രീദേവി അന്തർജനം 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഒന്നെന്ന് പറയുന്നത് മനുഷ്യ ശിശുവും മറ്റേതെന്ന് പറയുന്നത് 5 തലയുള്ള സർപ്പ ശിശുവായിരുന്നു. 2 കുട്ടികളും ഒരുമിച്ചായിരുന്നു കിടക്കുകയും അതുപോലെ പുറത്ത് കളിക്കുകയും എല്ലാം ഒരുമിച്ചായിരുന്നു. അങ്ങനെ സർപ്പശിശുവിന്റെ വളർച്ച പെട്ടെന്ന് തന്നെയായിരുന്നു. പെട്ടെന്ന് വളരുകയും അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്നവരും സർപ്പശിശുവിന്റെ തേജസ് വർദ്ധിച്ച് കൊണ്ടേയിരുന്നു. അങ്ങനെ സർപ്പശിശുവിനെ ഭയന്ന് ഇല്ലത്തോട്ട് അങ്ങനെ ആരും വരാതായി. അങ്ങനെ ഈ വിഷമം മാതാവ് സർപ്പശിശുവിനോട് പറയുകയും തന്റെ അവതാര ഉദ്ദേശം പൂർത്തിയായെന്നുള്ള രീതിയിൽ താൻ നിലവറയിലോട്ട് പോകാൻ സമാധിയാവാനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ അമ്മയുടെ വിഷമം കണ്ട് സർപ്പശിശു അമ്മയെടുത്ത് കുറച്ച് കാര്യങ്ങൾ അരുളപ്പാട് ചെയ്തു. ഞാൻ ഈ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഇവിടെ തന്നെ കാണും, അതുപോലെ തന്നെ ഞാൻ ഇരിക്കുന്നിടത്ത് ആരും വരികയോ എന്നെ ആരും ശല്യപ്പെടുത്തുകയോ ചെയ്യരുത്. ഇവിടുത്തെ സ്ത്രീകളായിരിക്കണം പൂജകളും കാര്യങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതും അതുപോലെ തന്നെ പൂജിക്കാനുള്ള അവകാശവും എന്നിവ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ കാവിലോ ക്ഷേത്രത്തിലോ വേറെ എങ്ങോ ഞാൻ പോയിരിക്കില്ല, ഞാൻ ഈ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഇവിടുത്തെ ഈ നിലവറയിൽ വസിക്കും എന്ന് അമ്മയെടുത്ത് പറയുകയും അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കൽ അമ്മയ്ക്ക് മാത്രമേ എന്നെ കാണാൻ കഴിയൂ, അമ്മ തരുന്ന നൂറും പാലും കൊണ്ട് ഞാൻ സംതൃപ്തപ്പെട്ടോളാം എന്ന് അമ്മയെടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് സർപ്പശിശു അവിടുത്തെ നിലവറയിൽ സമാധിയായി. ഇന്നും നിലവറയിൽ ചിരഞ്ജീവിയായിട്ട് വാഴുന്ന അനന്തൻ അവിടുത്തെ മുത്തശ്ശൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ മണ്ണാർശാല ക്ഷേത്രത്തിൽ വരാനായിട്ട് പല ദേശത്തു നിന്നും പല ആൾക്കാരും വരുന്നുണ്ട്. ഇവിടെ ശ്രീകോവിലുള്ളത് വാസുകി ചൈതന്യമാണ് ഉള്ളത്. ശ്രീകോവിലുള്ള നാഗരാജാവിന്റെ വാസുകി ചൈതന്യം, അതുപോലെ നാഗേക്ഷി അമ്മയും പുറകുവശത്തായിട്ട് നാഗചാമുണ്ടിയാണുള്ളത്. നിലവറയിൽ വസിക്കുന്നത് സാക്ഷാൽ അനന്തശേഷന്റെ ചൈതന്യമാണ് നിലവറയിലുള്ളത്. അങ്ങനെ ദേശത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. പല രീതിയിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരത്തിന് തൊലിപ്പുറത്ത്, മെയിനായിട്ടും തൊലിപ്പുറത്തുള്ള അസുഖത്തിനും ഉള്ള ഇവിടുത്തെ മഞ്ഞൾ പ്രസാദം അത്യുത്തമമാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് ഉരുളി കമഴ്ത്തൽ എന്ന് പറയുന്ന ഒരു നേർച്ചയുണ്ട്.
അതും ചെയ്യാനായിട്ട് പല ദേശത്തുനിന്നും പല ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് അത് സമർപ്പിക്കാനായിട്ട്. നിങ്ങൾ മണ്ണാർശാലയിൽ ഇതുവരെ എങ്കിലും പോകാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും മണ്ണാർശാലയിൽ പോകണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല. പ്രകൃതിയുമായിട്ട് മണ്ണാർശാല അത്രയ്ക്കും, പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അത്രയ്ക്കും ഇണങ്ങി നിൽക്കുന്ന സ്ഥലമാണ് മണ്ണാർശാല എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തത മറ്റെങ്ങും പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു ഓഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.